രണ്ടുപേരുടെയും വീട് നെന്മാറ വല്ലങ്ങിയൊക്കെ ആണല്ലോ. അതെ. അപ്പോ അവിടുത്തെ നമ്മളുടെ പ്രധാന ആത്മീയ സ്ഥലം നമ്മുടെ നെല്ലിക്കുളങ്ങര ക്ഷേത്രമാണല്ലോ. അതെ. അപ്പൊ ആ ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനം എന്ന് പറയുന്നത് നെല്ലിയാമ്പതി ആണെന്ന് എല്ലാവർക്കും അറിയാം. അതെ. എന്നാൽ ആരും അവിടെ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. അതെ. നിഖിൽ ഇന്ന് എന്നെ കൂട്ടിയിട്ട് വന്നു. അപ്പൊ ആ സ്ഥലം നമ്മളെ കാണുന്നവർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കും. അതായത് നെന്മാറയിൽ നിന്ന് നെല്ലിയാമ്പതിക്ക് വരുമ്പോൾ കൈകാട്ടി ജംഗ്ഷൻ ഉണ്ട്. അവിടെ നിന്ന് റൈറ്റിലേക്ക് വരിക, നേരെ ഈ കേശവമ്പാറ കാരപ്പാറയൊക്കെ പോകുന്ന റൂട്ടാണ്. കേശവമ്പാറ കഴിഞ്ഞതും ഒരല്പം മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് പോളച്ചിറക്കൽ ഹൈസ്കൂൾ കാണും. അതിന്റെ വലത്തോട്ടൊരു വഴി ഇങ്ങനെ കയറി പോകുന്നത് ഈ പറഞ്ഞ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. സ്വാമി, ഞങ്ങള് നെന്മാറയിൽ നിന്ന് വരികയാണ്. അവിടെ നെല്ലിക്കുളങ്ങര ക്ഷേത്രത്തിന്റെ അടുത്താണ് വീട്. അപ്പൊ അതിന്റെ മൂലസ്ഥാനമാണല്ലോ ഈ ക്ഷേത്രം. അപ്പൊ അതിനെ പറ്റിയിട്ട് സ്വാമി ഒന്ന് പറഞ്ഞു തരുമോ? അത് പറയാം. അതെന്താ വെച്ചാല് പുരാതന കാലത്ത് വനതുർക്കിയായിട്ടിരുന്നതാണ് ഈ അമ്മ. വനതുർക്ക. അപ്പൊ അന്ന് കൊടകര രാജാവ് പറഞ്ഞ ഒരാള് എപ്പോഴും വരും. അന്നും പോയിക്കൊണ്ടിരുന്നപ്പോ വയസ്സും പ്രായമൊക്കെ ആയി. അപ്പൊ പുള്ളി പറഞ്ഞു, എനിക്കിഞ്ഞ് വയസ്സും പ്രായം ഇവിടെ വരാൻ പറ്റില്ല. അപ്പൊ അമ്മ ഇതിനെ എനിക്കൊരു വഴി കാണിക്കണം പറഞ്ഞു. അപ്പൊ ഈ പട്ടക്കോടയും പിടിച്ചാ വന്നത്. അപ്പൊ ഈ കുടപ്പുറത്ത് കയറി അമ്മ പോയി. ഇയാൾക്ക് അറിയില്ല. അപ്പൊ അന്ന് നെല്ലിക്കുളങ്ങര കാവൊന്നും ഇല്ല. ചെറിയൊരു കുളം പോലെ ഒരു കുഴിയുള്ളൂ. അപ്പൊ ഇയാൾ അവിടെ പോയിട്ട് ഈ കുട വെച്ചിട്ട് ആ കുഴിയിൽ പോയി കാല് കഴുകി വന്ന് കുടയെടുക്കുമ്പോൾ കുട വരുന്നില്ല. അപ്പൊ അവിടെ അമ്മ പ്രതീക്ഷപ്പെട്ടു, എനിക്കിവിടെ അമ്പലം കെട്ടണം പറഞ്ഞു. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് കാണിച്ചു തരാൻ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഒരു നെല്ലിക്ക എറിഞ്ഞതാണ് അവിടെ നെല്ലിക്കുളങ്ങര കാവായത്. ഇപ്പൊ ആ കാവ്. അതാണ് അങ്ങനെയാണ്. സ്വാമി എത്ര വർഷമായി? ഞാനിപ്പോ അമ്മയ്ക്ക് പൂജ കഴിക്കാൻ തുടങ്ങിയിട്ട് 53 വർഷമായി. ഈ ക്ഷേത്രത്തിൽ തന്നെ 53 വർഷമായി. ഓ, അതിന്റെ ഒരു ഐശ്വര്യം ഇവിടെ കാണുന്നത്. 53 വർഷമായി. ഞാൻ 10 വയസ്സിൽ തുടങ്ങിയതാണ്. പിന്നെ ഇവിടെ സാമ്പത്തികമൊക്കെ പ്രശ്നമുണ്ട്. എല്ലാ ആൾക്കാരും കൂടി സഹകരിച്ച് നടക്കുമ്പോൾ ഇവിടെ പണിയൊക്കെ ഒരുപാട് നടക്കാനുണ്ട്. അതുകൂടി ചെയ്താലേ ഇപ്പോൾ ക്ഷേത്രത്തിന്റെ ഒരു ഇത് വരുള്ളൂ. ഇത് കാണുന്നവര് പിന്നെ ആളില്ല. ഞങ്ങൾ വന്നിട്ട് ഒരു 15 പേരെ ഉള്ളൂ. അത് ശരി. ഈ 15 പേര് മാസം 100 രൂപ പിടിച്ചിട്ടാണ് ഇവിടെ കത്തിക്കുന്നത് വിളക്ക്. ഈ ദിനചര്യകൾ അതിന് പോണം. ഓ, അത് ശരി. അപ്പൊ അതും കൂടി നമുക്ക് എന്തെങ്കിലും സഹായങ്ങൾ തന്നാൽ ഞങ്ങൾക്ക് ഒരു ഉപകാരമായി. അപ്പൊ ശരി, വീണ്ടും വരാം.